അതായത് ഒരു തെരുവുനായ ആക്രമണം കാരണം ഒരു നാടിലെ സ്കൂളുകൾക്കും അംഗനവാടികൾക്കുമൊക്കെ അവധി നൽകേണ്ട ഗതികേടിലേക്ക് ഒരു നാട് കടന്നാലുള്ള അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. കോഴിക്കോട് പയ്യോളിയിലാണ് ജനങ്ങൾ തെരുവുനായ ആക്രമണത്തെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നത്. നഗരസഭയിലെ 4 വാർഡുകളിലാണ് 23 പേർക്ക് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇതുവരെ. പയ്യോളിയിലും സമീപ പ്രദേശങ്ങളിലുമാണ് തെരുവുനായകളുടെ ആക്രമണം രൂക്ഷമായത്. ഈ സാഹചര്യത്തിൽ തച്ചൻകുന്ന് ഗവൺമെന്റ് യു പി സ്കൂളിനും കീഴൂർ AUP സ്കൂളിനും നഗരസഭയിലെ 4 വാർഡുകളിലെ അംഗനവാടികൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും വൃദ്ധർക്കും ഉൾപ്പെടെ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റു. സ്കൂൾ വിദ്യാർത്ഥിക്കടക്കം ഗുരുതരമായി പരിക്കേറ്റ സാഹചര്യത്തിലാണ് പയ്യോളി നഗരസഭാ ചെയർമാൻ മേലടി AEOയെ ഗൗരവം ധരിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവധി നിർദ്ദേശമുണ്ടാവുകയായിരുന്നു. 4 വാർഡുകളിൽ പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ 16, 17, 18, 19 വാർഡുകളിൽ ഇന്നലെ 23ഓളം പേരെ നായ കടിച്ചിട്ടുണ്ട്. ഇന്നലെ കുറേ ആളുടെ വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ്. അതിൽ 16ാം ഡിവിഷനിൽ ഏകദേശം ഒരു 14 വയസ്സുള്ള ഒരു കുട്ടിയെ വളരെ വലിയ പരിക്കോട് കൂടിയാണ് ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട ചെയർമാനും ആരോഗ്യ സ്റ്റാൻഡിംഗ് ചെയർമാനും ഹെൽത്ത് വിഭാഗവും ഒക്കെ ഇന്നലെ വടകര ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഉണ്ടായിരുന്നു. അപ്പോൾ എത്രയും വേഗം ഇതിനൊരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഉത്തരവാദപ്പെട്ട ഗവൺമെൻറ്റുകൾ. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. എന്നിരുന്നാലും ഇതിനൊരു നിയമാവലി എല്ലാം ഉള്ളതുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എത്രയും വേഗം ഒരു നടപടി ഉണ്ടാകുന്നതാണ് നാട്ടുകാരുടെ എല്ലാം ആവശ്യം. ആക്രമണം നടത്തിയ 2 നായകളിൽ ഒന്നിനെ ചത്ത നിലയിൽ കണ്ടെത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു. ന്യൂസ് 18 പയ്യോളി.